Hi dear children, നമ്മുടെ പ്ലസ് ടുവിലെ ലാസ്റ്റ് ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തി നിൽക്കുകയാണ്. ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ജൈവ വൈവിധ്യത്തെ നാം എങ്ങനെ സംരക്ഷിക്കും? The scientific management and preservation of biodiversity is called conservation of biodiversity. ജൈവ വൈവിധ്യ സംരക്ഷണം. അതായത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, പ്രോപ്പർ ഷെഡ്യൂളിലൂടെ, പ്രോപ്പർ സ്ട്രാറ്റജി എടുത്ത് ശരിയായ രീതിയിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിനെ എങ്ങനെ നമ്മൾ കൺസേർവ് ചെയ്യണം, ദറ്റ് ഈസ് മെയിൻ്റെനൻസ് ആസ് വെൽ ആസ് പ്രൊട്ടക്ഷൻ, എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ചെയ്യുക? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് രീതിയിലാണ്. First one is in situ conservation and the second type is ex situ conservation. In situ എന്ന് പറഞ്ഞാൽ within the area അല്ലെങ്കിൽ within that point, within that focus area. Ex situ പറഞ്ഞാൽ artificially അല്ലെങ്കിൽ outside that focus area അല്ലെങ്കിൽ the area of origin. In situ conservationൽ വരും protected areas. അത് again 5 divisions ആണുള്ളത്. There are 5 branches for the protected areas. That is biodiversity hot spots, biosphere reserves, national parks, wildlife sanctuaries, sacred groves. Ex situ conservationum അതേപോലെ 5 branches ആണുള്ളത്. Botanical gardens, zoos, seed banks and field gene banks, tissue culture propagation, cryopreservation of gametes. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറൻസസ് നമുക്ക് കണ്ടാൽ അറിയാം. കണ്ടോ, ഇൻസീറ്റു കൺസർവേഷൻ ആക്ച്വലി നാച്ചുറലായിട്ട് ആ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് തന്നെ നമ്മൾ കൺസേർവ് ചെയ്യണം. ബട്ട് എക്സ് സീറ്റു കൺസർവേഷനിൽ നോക്കൂ, മാനുവലി, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യലി ആണ് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. So the in situ, the ex situ approaches of conserving biodiversity in the world is provided above in the form of a flow chart. Biodiversity can be preserved by protecting its whole ecosystem. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റം അല്ലാണ്ട് ചെറിയ ലോക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റ് മാത്രമല്ല, ഹോൾ ഇക്കോസിസ്റ്റം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. സോ ദർ ആർ 2 basic approaches of conservation of biodiversity. First one is in situ conservation, that is on-site conservation, that is within that area. This approach involves protection of species in their natural habitat. അപ്പോൾ എവിടെയാണോ ആ ഒരു ഓർഗാനിസം, ആ ഒരു സ്പീഷീസ് ഉള്ളത്, അവിടെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് സ്പീഷീസ് ഇൻ ദർ നാച്ചുറൽ ഹാബിറ്ററ്റ്. When we conserve and protect the whole ecosystem, its biodiversity at all levels is protected. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിൽ തന്നെ നമ്മൾ ആ സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കൺസേർവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹാബിറ്റാറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഹോൾ ഇക്കോസിസ്റ്റം തന്നെ പ്രൊട്ടക്റ്റഡ് ആവുകയാണ്. ദ ബയോഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ്, നമ്മൾ നേരത്തെ പഠിച്ചു, ജനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ, ഹാബിറ്റാറ്റ് ലെവൽ. അപ്പോൾ ഈ 3 ലെവൽസിലുള്ള ബയോഡൈവേഴ്സിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. എക്സാമ്പിൾ, വി സേവ് ദ എൻറ്റയർ ഫോറസ്റ്റ് ടു സേവ് ദ ടൈഗർ. ഒരു ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ആ ടൈഗർ എക്സിസ്റ്റ് ചെയ്യുന്ന നാച്ചുറൽ ഹാബിറ്റാറ്റ്, ആ ഒരു ഹോൾ ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദ ഹാബിറ്റാറ്റ്സ് ആർ ദെയർ ഫോർ ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അപ്പോൾ ഏത് ഹാബിറ്റാറ്റിലാണോ ആ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ദ ആനിമൽസ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ആർ ഫേസിങ് എക്സ്റ്റിങ്ഷൻ, ദേ ആർ in the areas which we are focusing, and those areas are called protected areas. So protected areas, സംരക്ഷിത മേഖലകൾ നോക്കാം. The areas of land or sea dedicated to the protection and maintenance of diversity along with natural and associated cultural resources. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോഡൈവേഴ്സിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? ഇതാണ് ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഏരിയാസ്. അതായത് ഏതൊക്കെയാ? ലാൻഡ് ആയിക്കോട്ടെ, ഓഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീ ആയിക്കോട്ടെ. അപ്പോൾ ഈ ലാൻഡ് ആൻഡ് സീ ഏരിയാസ് കൂടാതെ അതുമായി ദാറ്റ് ഈസ് അതുമായി ബന്ധപ്പെട്ട് കാണുന്നത്, അസോസിയേറ്റ് ചെയ്ത് കാണുന്ന നാച്ചുറൽ ആയിക്കോട്ടെ,
കൾച്ചറൽ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ബന്ധപ്പെട്ട റിസോഴ്സസും, അതായത് ദാറ്റ് ഈസ് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദിവാസികളൊക്കെ ആകുമ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട റിസോഴ്സസ് ആണ്, അതാണ് ഉദ്ദേശിച്ചത്. അതേമാതിരി കടൽ തീരത്തുള്ളവർക്കും ഉണ്ടാകും, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് അതുമായി ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം ഈ റിലീജിയൻ അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് കൾച്ചറൽ റിസോഴ്സസ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ലാൻഡ് ഏരിയാസ് ആയിക്കോട്ടെ, സീ ഏരിയാസ് ആയിക്കോട്ടെ, ഈ ഏരിയാസുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ ആയിക്കോട്ടെ ആൻഡ് ഓൾസോ അസോസിയേറ്റഡ് കൾച്ചറൽ റിസോഴ്സസ്, അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും മെയിൻ്റനൻസ് ആൻഡ് പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സംരക്ഷിത മേഖലകൾ. ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ മാനേജ്ഡ് ത്രൂ ലീഗൽ ഓർ അതർ എഫക്റ്റീവ് മീൻസ്. ലീഗൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ആണ്, എഫക്റ്റീവ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ചില ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് ചില ഏരിയാസിന് ചില പ്രോട്ടോക്കോൾ വെച്ചിട്ട് ചില ആൾക്കാരെ നിയമിച്ചിട്ട് ചിലവർക്ക് ഇൻചാർജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് എഫക്റ്റീവ് മീൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും വഴികളിലൂടെ, ഏതെങ്കിലും സ്ട്രാറ്റജീസിലൂടെ, ഏതെങ്കിലും സ്കീംസിലൂടെ, പ്രോജക്റ്റിലൂടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ 5 kinds of protective areas, protected areas. They are biodiversity hot spots, biosphere reserves, national parks, wildlife sanctuaries and sacred groves. അപ്പോൾ നോക്കുക, ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ട്സ്, ജൈവ വൈവിധ്യ തീവ്ര മേഖലകൾ. There are regions of high levels of species richness and high degree of endemism. ഇപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതലായി കാണുന്ന ഏരിയാസിൽ, ദാറ്റ് ഈസ് ചില ഏരിയാസിൽ മാത്രമേ ഈ സ്പീഷീസ് വളരെ ഹൈ ആയിട്ട്, അവിടെ നിന്ന് ആ ഹാബിറ്റാറ്റിന് ആ സ്പീഷീസിനെ മാറ്റി ആ സ്പീഷീസ് തന്നെ ചിലപ്പോൾ ഇല്ലാതാവും, ആ ഹാബിറ്റാറ്റ് പോലും ക്രമേണ ഇല്ലാതാവും. ദേ ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻഡമിസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാബിറ്റാറ്റ്, ആ ഒരു ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത് കാണുന്നു ആ സ്പീഷീസ്, അതാണ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അപ്പോൾ ഇങ്ങനത്തെ റീജിയൻസിൽ ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അപ്പോൾ ഇതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ട്സ്. എൻഡമിക് സ്പീഷീസ് ആർ സ്പീഷീസ് കൺഫേംഡ് ഓൺലി ടു എ ലിമിറ്റഡ് റീജിയൻ. കാരണം ആ റീജിയൻ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം, അതായത് എല്ലാവരുടെയും വൈഡ് സ്പ്രെഡായി കാണില്ല. ഞാൻ പറഞ്ഞു ആ സ്പീഷീസിനെ ആ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റിയാൽ തന്നെ ആ സ്പീഷീസ് ഇല്ലാതാവും, ക്രമേണ ആ ഹാബിറ്റാറ്റ് തന്നെ ഇല്ലാണ്ടാവും. So these species are called endemic species, and there are about 34 hotspots in the world. 34 hotspots ആണുള്ളത്. ഇന്ത്യയിൽ 3 hotspots ആണുള്ളത്. They are Western Ghats and ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഇത് സ്ഥിരമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളതാണ്. വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. These reduce mass extinction by 30%. അതായത് എക്സ്റ്റിങ്ഷൻ ഫേസിൽ നിന്നും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അതിനെയൊക്കെ 30% ഇവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വെസ്റ്റേൺ ഗേർഡ്സിൽ അവിടെ ഒരു ഡാം കൺസ്ട്രക്ഷൻ അത് പ്രൊഹിബിറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് ബാൻ ചെയ്തതും ഈ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ പേടിച്ചിട്ടാണ്. അതേമാതിരി ഹിമാലയാസിലും തന്നെ ഇപ്പോൾ പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, അപ്പോൾ അവിടുത്തെ സ്പീഷീസിനൊക്കെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഏരിയാസ് തീർച്ചയായിട്ടും അവിടെ ദേ ആർ ഇൻ ഹൈ മെയിൻ്റനൻസ്, ദേ ആർ ഇൻ ഹൈ കൺസർവേഷൻ, ആൻഡ് സോ എക്സ്റ്റിങ്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് എ ലോട്ട്. Then the next one is Biosphere Reserves, ജീവമണ്ഡല സംരക്ഷിത മേഖലകൾ. So these are a special category of legally protected areas of land or coastal environment. അപ്പോൾ ഇവിടെ ചില ലാൻഡ് ഏരിയാസും ആൻഡ് മെയിൻലി കോസ്റ്റൽ എൻവയൺമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, കടൽ തീരങ്ങളാണ്. ദാറ്റ് ഈസ് ബയോസ്ഫിയർ റിസർവ്സ്. ഇവിടെ ഗവൺമെൻറ് നേരിട്ട് ഇടപെടില്ല, പകരം അവിടെ ചില ആളുകളെയാണ് നിയമിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ കൺസർവേഷൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങൾ നേരിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട്. So here in biosphere reserves, the people are the integral component. These are legally protected areas of land ആയിക്കോട്ടെ അല്ലെങ്കിൽ coastal environment ആയിക്കോട്ടെ. So such biosphere reserves are 14 in India. അതിൽ എക്സാമ്പിൾ ഒന്ന് നന്ദാദേവി ഇൻ ഉത്തരാഞ്ചൽ,
ആൻഡ് ഇതിന് യുനെസ്കോ ആണ് ഇങ്ങനത്തെ ബയോസ്ഫിയർ റിസർവ്സിൻ്റെ അണ്ടർ കൺട്രോൾ. ദെൻ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നാഷണൽ പാർക്സ് മൂന്നാമത്തത് ദേശീയ പാർക്കുകൾ. അപ്പോൾ നാഷണൽ പാർക്സ് ആർ ഗവൺമെൻറ് മെയിൻറ്റെയിൻഡ് ഏരിയാസ് വിച്ച് ആർ റിസർവ്ഡ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ്. ഇന്ത്യ ഹാസ് 90 നാഷണൽ പാർക്സ്. ഇപ്പം നാഷണൽ പാർക്സ് അഗെയിൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്, ഗവൺമെൻറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാഷണൽ പാർക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൈൽഡ് ലൈഫിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ്, വൈൽഡ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. And India has such 90 national parks. Then comes sacred groves. Kavugal. They are also the cultural treasures. The forest patches protected by tribal communities due to religious sanctity are called sacred groves. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിവാസികൾ സംരക്ഷിക്കുന്ന മേഖലകൾ, ദ ഫോറസ്റ്റ് പാച്ചസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ദാറ്റ് ഈസ് അവരുടെ കൾച്ചർപരമായിട്ടും അവരുടെ ജാതിപരമായിട്ടും റിലീജിയസ് ബേസ് ചെയ്തിട്ട് അവരുടെ കൾച്ചറൽ ട്രഷേഴ്സ് അവർ കൺസർവ് ചെയ്യണം, അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവരുടെ കൾച്ചറൽ ട്രഡീഷൻസാണ് അവർ ജനറേഷൻ ടു ജനറേഷൻ അവർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സച്ച് ഏരിയാസ് ആർ കോൾഡ് സേക്രഡ് ഗ്രൂവ്സ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് റെയർ ആൻഡ് ത്രെട്ടൻഡ് പ്ലാന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദീസ് റീജൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിൽ ഒരുപാട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കിടക്കുന്നത്. ഈവൻ ഈ എൻഡേഞ്ചേർഡ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ഓർഗാനിസംസ് അടക്കമുണ്ട്. സോ അവർ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയ കാരണം ഈ കാവുകളൊക്കെ ഇപ്പോൾ അവർ അത്രയും അൾട്ടിമേറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. ഈ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ അവർ ഹാബിറ്റാറ്റ് തന്നെ നിലനിൽക്കുള്ളൂ. സം ഓഫ് ദ സേക്രഡ് ഗ്രോവ്സ് ഇൻ ഇന്ത്യ ആർ ആസ് ഫോളോസ്. ദാറ്റ് ഈസ് ഖാസി ആൻഡ് ജയന്തിയ ഹിൽസ് ആൻഡ് മേഘാലയ, വെസ്റ്റേൺ ഘട്ട് റീജിയൻസ് ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, സർഗുജ, ചന്ദ ആൻഡ് ബസ്തർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡൈറ്റീസിന് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം, ഏത് വിഗ്രഹമാണ് അല്ലെങ്കിൽ ഏത് ദൈവത്തിനെയാണോ വർഷിപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോ ഗ്രോവ്സിന് പേര് നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ തന്നെ സർപ്പക്കാവുകൾ പറയുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. Then comes ex-situ conservation, that is off-site conservation. This approach involves placing threatened animals and plants in special care units for their protection. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അവർ എക്സിസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ഇംബാലൻസ് ആയി പോയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഡ്യൂ ടു മാൻ ഇൻ്റർഫറൻസ്. അപ്പം അത് കാരണം ചിലപ്പോൾ ശ്രദ്ധ കുറഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കുറവായിരിക്കാം ആ നാഷണൽ പാർക്കിലോ അല്ലെങ്കിൽ ആ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ. അപ്പോൾ ഇതിനവരെന്താ ചെയ്യുക വെച്ചാൽ സ്പെഷ്യൽ കെയർ യൂണിറ്റ്സ്, ദാറ്റ് ഈസ് മാൻ ആർട്ടിഫിഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻ ഫുൾ ടൈം കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ സ്പെഷ്യൽ കെയർ യൂണിറ്റ്സ് ഇങ്ങനത്തെ ത്രെട്ടൻഡ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇന്ത്യ ഹാസ് സച്ച് 35 botanical gardens, 275 zoological parks where animals which have become extinct in wild are maintained. അപ്പം ഇങ്ങനത്തെ ഏരിയാസിൽ എക്സ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് അങ്ങനത്തെ അനിമൽസിനൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബൈ യൂസിങ് ക്രയോ പ്രിസർവേഷൻ ഓഫ് -196 degrees Celsius. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബിലോ ടെമ്പറേച്ചർ, അതായത് ഐസിനെക്കാട്ടിലും ദാറ്റ് ഈസ് അത്രയും ലോവസ്റ്റ് ടെമ്പറേച്ചർ. ഈ ടെക്നിക്ക് ദാറ്റ് ഈസ് -196 degrees Celsius. ഇതാണ് ക്രയോ എന്ന് പറഞ്ഞാൽ കൂൾ, ദാറ്റ് ഈസ് ബിലോ ടെമ്പറേച്ചർ. അപ്പോൾ ക്രയോ പ്രിസർവേഷൻ അറ്റ് -196 degrees Celsius, that is technique, is used for preservation sperms, eggs, animal cells, tissues, embryos can be stored for a long period in gene banks, seed banks, etc. ഇപ്പോൾ സ്പേം ബാങ്ക്സും തുടങ്ങിയിട്ടുണ്ട്, ഓവൻ ബാങ്ക്സ് ഒക്കെ തുടങ്ങിയിട്ട്, ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഈ ക്രയോ പ്രിസർവേഷനും ഈ അന്റാർട്ടിക്കയിലും ആർട്ടിക് റീജിയൻസിലൊക്കെ തുടങ്ങിയിട്ട് അവിടെയൊക്കെ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയും ഒരുപാട് എല്ലാവരുടെയും സാമ്പിൾസ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ആർ പ്രൊപ്പഗേറ്റഡ് ഇൻ വിട്രോ യൂസിങ് ടിഷ്യൂ കൾച്ചർ മെത്തേഡ്സ്, മൈക്രോ പ്രൊപ്പഗേഷൻ. ഇൻ വിട്രോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ദ ലബോറട്ടറി. ടിഷ്യൂ കൾച്ചർ മെത്തേഡ് ഉപയോഗിച്ച്, ദാറ്റ് ഈസ് സ്മോൾ, അതായത് ഈ പ്രൊഫ്യൂസ്ലി ഗ്രോയിങ് സെൽസ് ഉപയോഗിച്ചിട്ട് ഈ ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുകൊണ്ടാണ് ഇതിനെ പറയുന്നത് മൈക്രോ, ദാറ്റ് ഈസ് ബ്രാഞ്ചോ സീഡോ എടുക്കാണ്ട് നമ്മൾ ആ ടിഷ്യൂ അല്ലെങ്കിൽ ആ കുറച്ച് സെൽസ്, ആ കുറച്ച് ടിഷ്യൂവിനെ എടുക്കണം.
അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ വളർത്തുക, മൈക്രോ എന്ന് പറയുക ചെറിയ സെൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ്. It is a desirable approach when urgent measures to save extinction are required. അതായത് എക്സ്റ്റിങ്ഷൻ്റെ വക്കത്ത് നിൽക്കുന്ന സ്പീഷീസൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എർജൻറ്റ് എമർജൻസി മെത്തേഡാണ് ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം. സോ കൺവെൻഷൻസ് ഓൺ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അപ്പം എന്താണ് കൺവെൻഷൻസ് എടുത്തത്? ഇപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള സമ്മേളനങ്ങൾ, അവിടെ മീറ്റിംഗ് കൂടിയിട്ട് അവരെന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത്? The Earth Summit was held in Rio de Janeiro 1992. അപ്പോൾ റിയോ ഡി ജനേറിയോ എന്ന സ്ഥലത്ത് എർത്ത് സമ്മിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് കോൾഡ് upon all nations to take appropriate measures for conservation of biodiversity and sustainable utilization of its benefits. അതായത് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണം, അതിന് എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടത്, അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ യൂട്ടിലൈസേഷൻ എത്രമാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എത്രമാത്രം നമുക്ക് കൺസേർവ് ചെയ്യണം, അപ്പോൾ അതിന് എന്തെല്ലാം മെഷേഴ്സ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഡിസ്കഷൻസ് ഈ എർത്ത് സമ്മിറ്റിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. The World Summit on Sustainable Development was held in Johannesburg. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്ത് വേൾഡ് സമ്മിറ്റ് ജോഹാനസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നിട്ടുണ്ടായിരുന്നു 2002. ഇവിടെ 190 countries pledged to reduce the current rate of biodiversity loss. അതായത് ഇവിടെ അവർ പ്ലെഡ്ജ് ചെയ്തു, അവർ പ്ലെഡ്ജ് ചെയ്തു, അതായത് ഓത്തെടുത്തു. എന്താണ് അവർ ഓത്തെടുത്തത്? അതായത് ബയോഡൈവേഴ്സിറ്റി ലോസ് 2010 ഏതൊക്കെ ലെവൽസിൽ അവർ കുറയ്ക്കും, ഗ്ലോബൽ ലെവൽ, റീജിയണൽ ലെവൽ, ലോക്കൽ ലെവൽസ് 2010 ഈ ഇപ്പോൾ നടക്കുന്ന പെർസെൻറ്റേജ് ലോസ് അത് കുറച്ചിരിക്കും എന്ന് പറഞ്ഞ് അവർ ഓത്തെടുത്തു. അപ്പോൾ ഇതോടെ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ തീരുകയാണ്. താങ്ക് യു. ബൈ ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് സ്റ്റഡി വെൽ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.